പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പോലും ഈ സാമുദായിക നേതാക്കന്മാർക്ക് പോലും കുടുംബമായിട്ടിരുന്ന് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവന്മാര് പറയുന്ന ഈ കാമകേളികളും സെക്സ് കഥകളും, ഒരു സ്ത്രീയെ ബെഡ്റൂമിൽ ചരിച്ചു കിടത്തണോ, മലർത്തി കിടത്തണോ, നിർത്തണോ, ഇരുത്തണോ, എങ്ങനെ ബന്ധപ്പെടണം എന്ന് വളരെ വിശദമായി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് പോലെ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഉസ്താദുമാർ പബ്ലിക്കിൽ വഷളുകൾ നടത്തുന്നത്. ഇവന്മാരെ പബ്ലിക്കിൽ പിടിച്ച് കെട്ടി പച്ച മടലിനടിക്കാതെ മുസ്ലിം സമുദായത്തിന് ഒരിക്കലും മേൽക്കോയ്മയുണ്ടാകില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ഈ കാമകേളികളും ഇവന്റെയൊക്കെ ഈ കാമ ക്ലാസുകളും ആസ്വദിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളൊക്കെ ഇവരെ പ്രതിരോധിക്കാതിരിക്കുന്നു എന്നത്, നിങ്ങളൊക്കെ ഇവനെയൊക്കെ വിമർശിക്കാതിരിക്കുന്നു എന്നത്. ഇവന്റെ ക്ലാസ് ഒന്ന് കേട്ടു നോക്കിക്കേ. കൈയില്ലാത്തവൻ കൈ വച്ച് കെട്ടി അടിക്കില്ലേ? ചോദിക്കട്ടെ, ഈ കളി അറിയാത്തതിന്റെ പേരിൽ, ഇവന്മാരുടെയൊക്കെ ക്ലാസുകൾ കേൾക്കാത്തതിന്റെ പേരിൽ ഏത് ഭാര്യ ഭർത്താക്കന്മാരാണ് ലോകത്ത് ദാമ്പത്യ ജീവിതം ആരംഭിക്കാതിരുന്നിട്ടുള്ളത്? ലൈംഗിക ബന്ധം എങ്ങനെയാണ് എന്നറിയാത്തതിന്റെ പേരിൽ എത്ര പേരാണ് പരസ്പരം അത് ചെയ്യാതിരുന്നിട്ടുള്ളത്? ഇവന്റെയൊക്കെ ക്ലാസുകൾ കേൾക്കുമ്പോൾ ദൃശ്യം സുഖം, സ്പർശനം സുഖം എന്ന് പറയുന്നത് പോലെ ഇവനൊക്കെ ഇത് പറഞ്ഞ് സുഖിക്കുവാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ. ഇവന്റെ തന്നെ ഉമ്മയ്ക്കും പെങ്ങൾക്കും ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കാം. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബുകൾ പഠിച്ച ഉസ്താദുമാര് എപ്പോഴും പറയാറുള്ളത് ഭർത്താവിന്റെ കടമകളെ കുറിച്ചിട്ടല്ല, മറിച്ച് ഭാര്യയുടെ കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു 10 സെക്കൻഡുള്ള കുഞ്ഞൊരു വീഡിയോ കാണിച്ചു. പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് തലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യവും ഭർത്താവിന് ഭാര്യയോടുള്ള കടമയും. 2 ജീവനുമായി നിൽക്കുവാണ് ഒരു സ്ത്രീ. 9 മാസവും 10 ദിവസവുമായി പ്രസവ പലകയിൽ നിൽക്കുമ്പോൾ പോലും അവൾ ഭർത്താവിന് വഴങ്ങിക്കൊടുക്കണം. ഭർത്താവ് ഒന്ന് വിചാരിക്കുവാണെന്ന്, കളിച്ചാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചാല് അവൾ കിടന്നു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തിനകത്ത്, ഈ ആശയത്തിനകത്ത് എന്തു മാനവികതയാണ് നിങ്ങൾ കാണുന്നത്? ഭാര്യയോട് ഭർത്താവിനുള്ള കടമ ഇനി പറയാനുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഭർത്താവിന്റെ ഒരു മൂക്കിൽ നിന്ന് ചലവും മറ്റേ മൂക്കിൽ നിന്ന് രക്തവും ഒഴുകിയാൽ അത് നക്കി കുടിച്ചാൽ പോലും ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ തീരില്ല. തിരിച്ചൊന്നുമില്ലേ? ചോദിച്ചു പോകുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ. ഭർത്താവിന്റെ സമ്മതമില്ലാതെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ പോലും ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തിനകത്ത് പെണ്ണിനെ മനുഷ്യനായിട്ടെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടോ? ഒരു ജീവനുള്ള ഒരു ജീവിയായിട്ടെങ്കിലും പെണ്ണിന് ഇവർ പരിഗണന നൽകുന്നുണ്ടോ? ഞാനിന്ന് ഒരു വീഡിയോ കണ്ടു, വല്ലാതെ അതിശയിച്ചു പോയി. ഒരു ഭർത്താവ്, അതായത് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരും, കുടുംബം ഉള്ളവരും കുടുംബം ഉണ്ടാകാൻ പോകുന്ന ആളുകളും നിർബന്ധമായിട്ടും കേൾക്കേണ്ടുന്ന ഒരു നഗ്ന സത്യം. അതൊന്ന് കേൾക്കാതെ പോകരുത്. ആ വീഡിയോ, അതിനകത്തെ കമന്റ്സ് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താവിന്റെ ലക്ഷണങ്ങൾ. ഈ വീഡിയോയിൽ പറയപ്പെടുന്ന 13 കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുക. അതിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഭാര്യമാരോട് സ്നേഹമില്ലാത്ത ഭർത്താവിന്റെ ലക്ഷണങ്ങളിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മുറയായി നടക്കണം.
അല്ലെങ്കിൽ ഭാര്യ ചെയ്തു കൊടുക്കണം. ഭാര്യയുടെ ഒരു കാര്യങ്ങളും ചിന്തിക്കാറ് വരെയില്ല, അങ്ങോട്ട് ശ്രദ്ധിക്കാനേ അവർക്ക് സമയമില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരുടെ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. 2, ഭാര്യ വീട്ടിൽ എത്രമാത്രം ജോലികൾ ചെയ്താലും അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലാതെ പോകുന്നു. ഭർത്താവിന്റെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം ബാക്കി കിട്ടുന്നു. ഇതും സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരുടെ ലക്ഷണമാണ്. 3, ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യില്ല. അവർക്കതൊന്നും പ്രശ്നമേ ഇല്ല, അവർ അവരുടെ വഴിക്ക് പോകും. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഭാര്യയോട് സ്നേഹമില്ലാത്ത കൂട്ടത്തിൽപ്പെട്ടവരാണ്. 4, അമിതമായി മദ്യപാനവും അതേപോലെ തന്നെ ദുശ്ശീലങ്ങളും ഒക്കെ ചെയ്ത് നടക്കുന്നവർ. അവർ ഭാര്യയെയും കുട്ടികളെയും കുടുംബത്തെയും ഒന്നും സ്നേഹിക്കുന്നവരല്ല. അവർ അവരുടെ ലോകത്താണ്, അവരുടെ വഴിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. 5, ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാതെ നടക്കുക, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാതിരിക്കുക, അതുമല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോവുക. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരോട് സ്നേഹം ഇല്ലാത്തവരാണ്. 6, മനസ്സ് തുറന്നുള്ള സംസാരമില്ലാതെ മനസ്സിൽ രഹസ്യങ്ങൾ വെച്ച് നടക്കുക. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ്. അവർക്ക് പല രഹസ്യങ്ങളും അവരുടെ ഉള്ളിലുണ്ട്, അതിനനുസൃതമായി അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഭാര്യമാർ അറിയാനും പാടില്ല. ഇതാണ് അതിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം. 7, മറ്റു സ്ത്രീകളുടെ കൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്നവർ. ഇവരും ഭാര്യമാരോട് സ്നേഹമോ ആത്മാർത്ഥതയോ വിശ്വസ്തതയോ ഒന്നും ഇല്ലാത്തവരാണ്. 8, ഭാര്യയെ വീട്ടിലെ ഒരു അടിമയെ പോലെ കാണുന്ന ഭർത്താക്കന്മാർ. ഇങ്ങനെയുള്ളവരും ഭാര്യമാരോട് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരാണ്. ചിലർ കൂടുതൽ സംസാരിക്കുക പോലുമില്ല, അത്രയ്ക്ക് അടുപ്പം പോലും വെച്ച് പുലർത്താത്തവരുമുണ്ട്. 9, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഭാര്യയെ ഓർക്കുക പോലും ചെയ്യാത്തവർ. ഒരു മെസ്സേജോ ഫോൺ വിളിയോ യാതൊന്നുമില്ല, അവർ അവരുടെ വഴിക്ക് പോകുന്നു. ഇങ്ങനെയുള്ളവരും ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ്. ഭാര്യമാരോടും കുടുംബത്തോടും വരെ സ്നേഹമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക. 10, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യമാരോട് ദേഷ്യം കാണിക്കുക, അതേപോലെ തന്നെ വഴക്ക് പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. ഇവരും ഭാര്യമാരോട് സ്നേഹമില്ലാത്ത കാറ്റഗറിയാണ്. 11, ഭാര്യ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അതിൽ ഭാര്യയെയും ചേർക്കുക. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ്. 12, ഭാര്യ എന്തു പറഞ്ഞാലും ദേഷ്യത്തോടെ ഇടപെടുക. അവരുടെ ഉള്ളിൽ എപ്പോഴും ദേഷ്യം മാത്രമാണ്, മറ്റൊരു ഭാവവുമില്ല. ഇങ്ങനെയുള്ളവരും സ്വാർത്ഥ താല്പര്യരാണ്, ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ്. 13, ഇത് വേറൊരു കാറ്റഗറിയാണ്. സ്വന്തം കുറ്റങ്ങൾ പോലും ഭാര്യമാരുടെ തലയിൽ ഇട്ട് വെക്കുക, അങ്ങനെ ആശ്വസിക്കുന്നവർ. അതായത് ഭർത്താവ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് സ്വന്തം കുടുംബത്തിലാകാം, പുറത്താകാം, എങ്ങനെയുമാകാം, അതിന്റെ പ്രശ്നങ്ങൾ വരെ ഭാര്യമാരുടെ തലയിൽ ഇടുന്നവർ, അതിന്റെ ആഘാതം ഭാര്യമാർക്ക് കൊടുക്കുന്നവർ. നീ പറഞ്ഞിട്ടാണ്, നീ ചെയ്തിട്ടാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുന്നവർ. ഇവരും സ്നേഹമില്ലാത്ത കാറ്റഗറിയാണ്. സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരാണ്. അവർ ശുദ്ധരെ പോലെ അഭിനയിക്കുന്നു. ഇങ്ങനെയുള്ളവരും വിശ്വസ്തരല്ല, സ്നേഹമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. നോക്കിക്കോണേ, ഇതിന്റെ കമന്റ്സ് വല്ലാതെ അത്ഭുതപ്പെടുത്തി കേട്ടോ. എത്രയോ സ്ത്രീകള് ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന ബോധ്യം വല്ലാതെ അലോസരപ്പെടുത്തി. 43 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇതൊക്കെ ഈ 13 ലക്ഷണങ്ങൾ, ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം അനലൈസേഷനാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഒടുവിൽ വിവാഹമോചനം നേടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കമന്റ് വരെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ കുറച്ചൊന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പേരോ നമ്പറോ ഒന്നും കൊടുക്കണ്ട. നോക്കിക്കോ, 1000. ഇതാണ് ഇതെല്ലാം എൻ്റെ അനുഭവമാണ്. ഇതിൽ കള്ളുകുടിയില്ല, പെണ്ണുപിടിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. 100% എല്ലാമുണ്ട്. 13 ഉള്ള എൻ്റെ ഭർത്താവ്. 11 കാര്യം ശരിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, പിന്നെ 2 പെൺമക്കളുണ്ട്, അതുകൊണ്ട് സഹിക്കുന്നു. എല്ലാം കറക്റ്റ്. 12 ഭാര്യയിൽ കണ്ടിട്ടും ഭർത്താവ് ക്ഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ ഗുണത്തിലുള്ളതാണ്. യെസ്, 13 ശരിയാണെന്ന്. ഭർത്താക്കന്മാരോട് നാണമില്ലാത്ത ഭാര്യയുടെ ലക്ഷണങ്ങൾ പറയുമോ എന്ന്. താങ്ക് യു, സെൽഫ് ഓൺലി. 13 കാര്യങ്ങൾ കറക്റ്റാണ്. ഓക്കെ, എല്ലാം റെഡിയാണ്. ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. നോക്കൂ, ഈ അവസ്ഥ അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ആരും ഒന്നും പുറത്തു പറയുന്നില്ല. അങ്ങനെ തള്ളി ജീവിതം അവസാനിപ്പിക്കുന്നു. പുറമേ ഉള്ളവർക്ക് 100% നല്ലവൻ. വീട്ടിൽ വന്നാൽ ഒരു മക്കൾ തെറ്റ് ചെയ്താൽ 3 മക്കളെയും ഭാര്യയെയും വാതിലടച്ചിട്ട് കൂട്ടത്തല്ല് നടത്തും.
മക്കളുടെ ഒരു കാര്യവും നോക്കാറില്ല, ജന്മം തന്നതു മാത്രം. പുറമേ കാണുമ്പോൾ എല്ലാം നല്ലവരാണ്, കൂടെ കിടക്കുന്നവർക്ക് അതിൻ്റെ സത്യം അറിയൂ. ഇതാണ് എൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം സത്യം സത്യം. അതുകൊണ്ട് 43 വർഷം ജീവിച്ചു. ഒടുവിൽ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. ഇനിയുള്ള കുറച്ച് നാളുകൾ ഭർത്താവിൻ്റെ തല്ലും ചീത്തയും കിട്ടാതെ സ്വന്തമായി ജീവിക്കുന്ന ആഗ്രഹത്തിൽ തിരിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നു. സന്തോഷമായി ജീവിതം. കാലത്ത് എണീറ്റ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ പോകും, തിരിച്ചു വന്ന് സ്വസ്ഥമായി. പുറത്ത് നല്ല മാന്യൻ, എനിക്കും കൊച്ചിനും വീട്ടുകാർക്കും അറിയാം സ്വഭാവം. എല്ലാവരും എൻ്റെ ആൾ ഇതെല്ലാം തികഞ്ഞ ആളാണ്. എക്സാക്ട്ലി കറക്റ്റാണ് എൻ്റെ ഭർത്താവ്. ഇങ്ങനെ ഒരുപാട് പേര് കണ്ടോ ഒരുപാട് പേര്. ഇനി നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പ്ലേ ചെയ്യുവാണ്. ആരാണ് ഇസ്ലാമിലെ ഭാര്യ, ഒരു മുസ്ലിം ഭാര്യ ആരാണ് എന്ന് കൂടി ഒന്ന് കേട്ടിട്ട് പോയിക്കോളൂ. ഇസ്ലാമിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ വെറും ബെഡ്ഷീറ്റ് മാത്രമാണ് അവൾ, ഒരു കൃഷിയിടമാണ്. ഉടുപ്പ്, ബെഡ്ഷീറ്റ്. പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ്, മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. നിങ്ങൾ നിസാക്കൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറുത് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? നിൻഹൽത്തിൻ പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, കാരികത്തിൽ മുത്തുകാലിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നുകൊണ്ടോ, മുസ്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, മുൽത്തജ്ജഅത്തിൻ ധരിച്ചു കിടത്തിയോ, മുഖബിലത്തിൽ മുൻഭാഗത്തിലൂടെയോ, മുദ്ബിറത്തിൽ പിൻഭാഗത്തിലൂടെയോ, ഇലാ മൗദിഇൻ ഫീ മൗദിഇൻ വാഹിദ്. പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. എങ്ങനെയാകും? സൗകര്യം പോലെ അന്നാശീട്ട് എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർക്ക് കുറച്ച് സ്വർണ്ണം കിട്ടും. പെണ്ണിട്ടുള്ള പോയി കല്യാണം കഴിക്കാൻ അടക്കല്ല. എങ്ങനെയാകും? ഹക്കിമേ അവനാ പറഞ്ഞു, ഇത് പറയാതെ പോകല്ലേ, എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അയലിന്റെ സമയത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഫുഖഹ ഉലമാക്കൾ നമുക്കത് മനസ്സിലാക്കേണ്ടത്, നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്രം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാക്കാൻ പാടില്ല. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലുവലുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പെണ്ണിന്റെ താല്പര്യം മനസ്സിലാക്കണമെന്നോ ആ പെണ്ണിനെ ഒരു മനുഷ്യനായിട്ടെങ്കിലും കാണണമെന്നോ ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സെക്സ് ടോയ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് വാങ്ങുന്നവനാ, അല്ലെ? ഇങ്ങനെ പെണ്ണിനെ വെറും ഒരു പേറ് യന്ത്രമാക്കി, പെണ്ണിനെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഈ വിഭാഗത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഒരു പബ്ലിക് വേദിയിൽ വന്നിട്ട് മുന്നിലൂടെയോ പുറകിലൂടെയോ മലർത്തിക്കിടത്തിയോ നിന്നുകൊണ്ടോ എന്നൊക്കെ ഇവനൊക്കെ പറയാൻ തീരെ ഉളുപ്പില്ലെങ്കിൽ ഇവരെ എടുത്ത് വിമർശിക്കുന്ന ഞങ്ങളോടാ ഇവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉളുപ്പില്ലെന്ന് ഇവരൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ? ഇത് പ്രാവർത്തികമാക്കാൻ ഉളുപ്പുണ്ടോ? ഇപ്പൊ നമ്മളെടുത്ത് വിമർശിക്കുന്നതാണ് കുഴപ്പമല്ലേ? ശരി, അതില്ലാന്ന് തന്നെ വെച്ചോ. നന്ദി.